ഡൽഹിയിൽ സ്വാമി സച്ചിദാനന്ദ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ഈ 10-11 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മതത്തെ, ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം, ബുദ്ധമതം, ജൈനമതം തുടങ്ങി ഭാരതീയ മതങ്ങളിലെ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിക്കളയാനോ നിഷേധിക്കാനോ ആ ഗുരുക്കന്മാരെ നിഷേധിക്കാനോ അദ്ദേഹം തയ്യാറായതായിട്ടുള്ള വാർത്തകളൊന്നും തന്നെയില്ല. എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെടായിട്ടായിരിക്കും. കാരണം രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ മുസ്ലിം വിഭാഗത്തെ ഞങ്ങളെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗം പല വർഷങ്ങളിൽ തെരുവിലായിരുന്നു. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പും വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം വിഭാഗവും അവരുടെ കൂടെ നിൽക്കുന്ന മതേതരവാദികളും തെരുവിലായിരുന്നു. ഇത്തരം സംഭവങ്ങളൊക്കെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അത് സ്വാമിയുടെ ശ്രദ്ധയിൽപ്പെടായിട്ടാണ്. ഞാനതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല, വിലയിരുത്തിയിട്ടില്ല. ഞാനതിനെ സംബന്ധിച്ച് അദ്ദേഹം എടുത്ത നിലപാടുകൾ അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുള്ളതാണ്. ആ നിലപാടുകൾ ക്രിസ്തു മതത്തെയും ഇസ്ലാം മതത്തെയും ഒക്കെ തന്നെയും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു നിലപാടായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധിയുടെ സത്യനിഷ്ഠ, ആദർശശുദ്ധി, ബ്രഹ്മചര്യം, അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ഭാവം അതെല്ലാം അദ്ദേഹത്തിൽ കാണുന്നുണ്ട്. ഞാൻ പുകഴ്ത്തിയതല്ല, പുകഴ്ത്തേണ്ട ആവശ്യമില്ല. എനിക്ക് അനുഭവപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഒരിക്കലും എൻ്റെ അത് രാഷ്ട്രീയം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് രാഷ്ട്രീയമില്ല. ശിവഗിരി മഠത്തിനും രാഷ്ട്രീയമില്ല. ഞാൻ നേരിൽ കണ്ട കാര്യം, ഇപ്പോൾ ഈ ഡൽഹിയിൽ നടന്ന പരിപാടി, മഹാത്മാഗാന്ധിയും ഗുരുദേവനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച, അതിൻ്റെ ശതാബ്ദി ആഘോഷം, അതിൽ പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായി. ഞങ്ങൾ അതിനുള്ള മെസ്സേജ് ശിവഗിരിയിൽ നിന്നും അദ്ദേഹത്തിന് നൽകി. ഒരു മന്ത്രിമാരുടെയോ പാർട്ടി നേതാക്കളുടെയോ BJPക്കാരുടെ ആരുടെയും പ്രത്യേകമായ ശുപാർശയൊന്നും കൂടാതെ തന്നെ അദ്ദേഹം നേരിട്ട് ശിവഗിരി മഠവുമായി ഞങ്ങളുമായി ബന്ധപ്പെടുകയും അദ്ദേഹം നേരിട്ട് തന്നെ തീയതി നിശ്ചയിച്ച് അനുവദിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ശിവഗിരിയോടുള്ള വലിയ ആത്മാർത്ഥതയാണ് അതിൽ നിന്നും നമുക്ക് തെളിഞ്ഞു കാണാൻ സാധിക്കുന്നത്. ചാതുർവർണ്ണ വ്യവസ്ഥയെ ഗുരുദേവൻ പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയും ജാതി വ്യവസ്ഥയുമൊക്കെ ഇന്ത്യയെ സംബന്ധിച്ച് തീരാ ശാപങ്ങളാണ്. ഇപ്പോൾ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അത് ചാതുർവർണ്ണയല്ലല്ലോ. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ലോകത്തിലേക്കും വച്ച് ഏറ്റവും പഴക്കം ചെന്ന ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ കാലത്ത് മതങ്ങളൊന്നുമില്ല, ഹിന്ദുമതവും ഇല്ല. ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വലിയൊരു സംസ്കാരമാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ആ സനാതനധർമ്മവും ചാതുർവർണ്ണയവും ജാതി വ്യവസ്ഥയായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ല. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ ശിവഗിരിയിലെ പരിപാടിക്ക് പലപ്പോഴും ക്ഷണിച്ചിട്ടുണ്ട്. തീർത്ഥാടന വേള, ഈ കഴിഞ്ഞ തീർത്ഥാടനത്തിനും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു, വന്നില്ല.